ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും മലയാളി ക്രീപ്പർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ എപ്പിസോഡ് 2 ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ബേസ് പണിയും. അതിനു മുമ്പ് ഞാൻ കുറച്ച് പ്രോഗ്രസ്സുകൾ വരുത്തിയിട്ടുണ്ട്, മീൻസ് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. വലിയ മാറ്റമൊന്നുമില്ല, കുറച്ച് 2-3 മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അതെന്തായാലും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. അപ്പോൾ അതിന് നമ്മളിവിടെ നമ്മുടെ ബേസ് പണിയാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്, കോബിൾസ്റ്റോൺ വെച്ചിട്ട്. ഒരു മിഡീവൽ ഹൗസാണ് നമ്മൾ പണിയാനായിട്ട് പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ ഈ ഹൗസ് ഉണ്ടാക്കാനുള്ള കുറച്ച് റിസോഴ്സസ് നമ്മൾ ഈ ചെസ്റ്റിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 സ്റ്റാക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മെയിൻ ചെയ്തു, സെറ്റപ്പാക്കി എടുത്തു. പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മൾ കുറച്ച് സ്പ്രൂസ് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 600 ബ്ലോക്ക് അപ്പുറത്ത് പോയപ്പോൾ ഒരു സ്പ്രൂസ് ബയോം കണ്ട് അവിടെ നിന്ന് കുറച്ച് സാപ്ലിംഗ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വെച്ചു. പിന്നെ അവിടെ നമ്മുടെ ചെസ്റ്റ് ഫർണസുകൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റിസോഴ്സസൊക്കെ കളക്ട് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ എന്തായാലും നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം. 38 വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഒരു 4 ബ്ലോക്ക് പൊക്കിയിട്ട് ഒരു ഔട്ട്ലൈൻ ആക്കണം വെച്ചിട്ട്. എന്തായാലും ഞാൻ ഒന്ന് സ്പീഡിൽ ചെയ്യാം. നമ്മളങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പ്രൂസ് ലോഗ് വെച്ചിട്ട് ഒന്നിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. ഗൈസ്, നമ്മൾ ഇവിടെ ആണെങ്കിൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി നമ്മളിനി ഇവിടെ ഇത് നമ്മുടെ സ്പ്രൂസിൻ്റെ പ്ലാങ്ക്സ് വെച്ചിട്ട് ഇത് ഫ്ലോറിന് കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുക്കണം. സോ ഞാൻ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. റിസോഴ്സസ് വെച്ചിട്ട് കുറേ പ്രോഗ്രസ് ഉണ്ടാക്കി. സെക്കൻഡ് ലെയർ പണി തുടങ്ങി. അതുപോലെ തന്നെ നമ്മളിവിടെ വാളൊക്കെ കംപ്ലീറ്റ് സെറ്റ് ചെയ്തു, ഫ്ലോർ സെറ്റാക്കി, നമ്മുടെ ബെഡ് എടുത്ത് ഇവിടെ ഇട്ടു. സെക്കൻഡ് ലെയർ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇനി ഫ്ലോർ ഇവിടെ സെറ്റാക്കണം. സെക്കൻഡ് ലെയറത്തെ പിന്നെ ഇവിടെ അതൊന്ന് കണക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളിവിടെ വെച്ചിട്ട് ഒരു ഡ്രൗണ്ടിനെ കൊന്നു. അവനാണെങ്കിൽ ഒരു ട്രൈഡൻറ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗായ്സ് കാണാനില്ല ഗായ്സ്, ട്രൈഡൻറ്റ് ഡ്രോപ്പ് ചെയ്തത് തൊലഞ്ഞ് ഒരു ട്രൈഡൻറ്റ് കിട്ടിയതായിരുന്നു. ഇനി ഇൻവെൻട്രി കയറിയുണ്ടോ? ഇതോ കിടക്കണോ ഇൻവെൻട്രിയിൽ ഗൈസ്. ഇൻവെൻട്രി കയറി ഗൈസ്. അപ്പോൾ നമുക്ക് ട്രൈഡൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ട്രൈഡൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറേ ഡ്രൗണ്ട് സ്പോൺ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഒരുത്തനെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തല്ലിക്കൊന്നാണ്. അപ്പോൾ നമുക്ക് ഈ ട്രൈഡൻറ്റ് കിട്ടി. അപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് എപ്പിസോഡിൽ തന്നെ നമ്മൾ ട്രൈഡൻറ്റ് ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ വേറെ ഒരുത്തൻ സ്പോൺ ആയിട്ടുണ്ട്. ട്രൈഡൻറ്റ് മുടിച്ചിട്ട് സെക്കൻഡ് ട്രൈഡൻറ്റ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ എന്തോ കോപ്പർ ഡ്രോപ്പ് ചെയ്ത് തോന്നുന്നുണ്ട്. നോക്കട്ടെ. നൈറ്റായി. ഞാൻ അവിടെ കുറച്ച് റിസോഴ്സൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സോ എന്തായാലും ഈ ബേസിൻ്റെ പണി നമ്മൾ ഇത്രയ്ക്കൊക്കെ എത്തിച്ചു. പ്രോഗ്രസ് കാണിച്ചു തന്നിട്ടുണ്ട്. വാളൊക്കെ സെറ്റ് ചെയ്തു, സെക്കൻഡ് ഫ്ലോർ സെറ്റ് ചെയ്തു, സൈഡിലൊക്കെ ഗ്ലാസ് സെറ്റ് ചെയ്തൊക്കെ. പിന്നെ ഇപ്പോൾ ഒരു ഫ്ലോറ് മുകളിലത്തെ റൂഫ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് കിടക്കട്ടെ. അപ്പോൾ ഗായ്സ് നമ്മുടെ വീടിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഇവിടെ ഞാൻ കസ്റ്റം പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പണിയും കൂടി ഉണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രീറ്റ് ലാമ്പ് സെറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പീഡിലായിട്ടുള്ളൊരു ഇത് കാണാം.
അങ്ങനെ നമ്മൾ ഈ സ്ട്രീറ്റ് ലാമ്പും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇൻറ്റീരിയർ കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ ഉള്ളിലൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല, എങ്കിലും കാണിച്ചു തരാം. ഇവിടെ കയറി ചെല്ലുമ്പോൾ ഇവിടെ നമ്മുടെ ബെഡ്, ഇവിടെ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. ഇവിടെ നമുക്ക് ആർമർ സ്റ്റാൻഡ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ സ്ഥലമുണ്ട്. ഇവിടെ ഫർണസും സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. ക്രാഫ്റ്റിംഗ് ടേബിൾ അതുപോലത്തെ ആവശ്യമുള്ള വർക്ക് സ്റ്റേഷൻസൊക്കെ ഇവിടെ വരും. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ സ്റ്റോറേജ് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുകളിൽ റൂഫൊക്കെ ചെയ്തിട്ട് കുറച്ച് ലാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 4 വാർഡും കവർ ചെയ്തിട്ടുണ്ട് പ്ലാന്റ്സ് വെച്ചിട്ട് തന്നെ. ഇവിടെ ഓരോന്നിനും ഡിഫറെൻറ്റ്. ഇതിനകത്ത് വുഡ്, കോബിൾ സ്റ്റോണിൻ്റെ ഐറ്റംസ്, ആർമർ ഐറ്റംസ്, ടൂൾസ്, ഇതിനകത്ത് ഫുഡ് ഐറ്റംസ്, അങ്ങനെ 5 സോർട്ട് ചെയ്തിട്ട് എല്ലാം ചെയ്ത്. അപ്പോൾ എന്തായാലും നൈറ്റ് ആവറായി. സോ എന്തായാലും 24 ദിവസമായി 2 എപ്പിസോഡായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പിസോഡ് 2 ആണ്. പിന്നെ കസ്റ്റം ബാത്തൊക്കെ എൻ്റെ തന്നെ ഐഡിയ വെച്ച് ചെയ്തതാണ്. ഇതും എൻ്റെ തന്നെ ഐഡിയ ആണ്. അതിലിപ്പോൾ കുറച്ച് ലുക്ക് ഉണ്ട് കാണാൻ, സീനായിട്ടുണ്ടല്ലേ. എനിക്ക് ഇത്ര തന്നെ ആവശ്യമുണ്ടായിരുന്നു. എന്തായാലും ഇത് അടിപൊളിയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.